ഓരോ ഫുട്ബോൾ ആരാധകരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് മൈതാൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് ഞാൻ ഗൂഗിളിൽ വെറുതെ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കൊടുത്തിരിക്കുന്നത് ബോംബ് എന്നാണ്, അതായത് വൻ ഫ്ലോപ്പ് എന്ന്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് 200 കോടിക്ക് മുകളിലാണ്. പക്ഷേ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നതാണ് 50 കോടി 53 കോടി അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു സിനിമയ്ക്ക് IMDb നൽകിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.1 ആണ്. കൂടാതെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിലൊരു ബോംബായി മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഫുട്ബോളിനെ ആളുകൾ തഴയുന്നത് എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ പറയാം അങ്ങനെയൊന്നുമല്ല, മറ്റെന്തെങ്കിലും കാരണം കാണുമെന്ന് നിങ്ങൾ പറയും. എന്തായാലും ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. അവരെടുക്കാൻ പറ്റത് വെച്ച് ബെസ്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ എടുത്തു വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഇമോഷണലായിട്ട് ടച്ച് ചെയ്ത്, ഇതിൽ കൂടുതലായിട്ട് ഗ്രാഫിക്കലി ആണെങ്കിലും പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും കോച്ച് എന്ന രീതിയിൽ വിജയ് ദേവഗൻ അതിനെ അവതരിപ്പിച്ച രീതിയാണെങ്കിലും എല്ലാം വേറെ ലെവലായിരുന്നു. സോ ഇതിനെക്കാട്ടി മികച്ച രീതിയിൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഇതൊരു ബെസ്റ്റ് രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഹിറ്റാകാത്തുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോളിനോടുള്ള ആ ഒരു താല്പര്യമില്ലായ്മ തന്നെയാണ് ഇന്ത്യയിൽ. ഒരുപക്ഷെ ഇത് കേരളത്തിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനെക്കാട്ടിൽ എന്താ പറയുക കൂടുതൽ കളക്ഷൻ നേടിയതിനെ വരുന്നു. എന്തായാലും കേരളത്തിലുള്ള ആളുകൾ പോലും ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു സിനിമയുടെ കാര്യം കൂടെ പറയാം. അത് 83 എന്ന സിനിമ. അത് കപിൽ ദേവിൻ്റെ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 200 സംതിങ് കോടിയാണ്. പക്ഷേ 193 കോടി രൂപയെ ഇതിന് കളക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇതൊരു ഫ്ലോപ്പ് തന്നെയാണ്. എങ്കിൽ പോലും ഇതിനൊരു 193 കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ആണ്. അതായത് മൈതാനേക്കാട്ടിലും കുറവ് റേറ്റിംഗ് ആണ്. മൈതാന് 8.1 റേറ്റിങ്ങും പിന്നെ 7.5 റേറ്റിങ്ങുമാണ്. സോ എന്നിട്ട് പോലും ആ ഒരു വലിയ ഡിഫറൻസ്, അതായത് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അത്ര വലിയ അഭിപ്രായമൊന്നും ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചതും. പക്ഷേ മൈതാന് നല്ല അഭിപ്രായം ലഭിച്ചു, നല്ല IMDb റേറ്റിംഗ്, എല്ലാം ഇതിനെക്കാട്ടി പുറകുന്ന ഒരു സിനിമയാണ് 83 എന്ന് പറയുന്ന സിനിമ. എന്നിട്ട് ഈ ഒരു സിനിമ ഏതാണ്ട് 200 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തു. അപ്പോഴാണ് 50 കോടി പോലും കളക്ട് ചെയ്യാൻ മൈതാൻ പെട്ട പാട് എന്ന് പറയുന്നത്. സ്റ്റിൽ ഫുട്ബോളിനെ സിനിമയിലും അവഗണിക്കുന്നു എന്ന് തന്നെ പറയണം. എന്തായാലും ഈ ഒരു സിനിമയിലൂടെ കുറച്ച് ഇന്ത്യൻ ആരാധകരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കാമെന്ന് വിചാരിച്ചെടുത്തൊരു സിനിമയായിരിക്കാം ഇത്. അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ചരിത്രം ഇന്ത്യക്കാർ അറിയട്ടെ എന്ന് ആലോചിച്ച് എടുത്തൊരു സിനിമയായിരിക്കാം ഇത്. പക്ഷേ ഇന്ത്യക്കാരും തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. ഇതിനി കാണുകയാണെങ്കിൽ കൂടുതലും മലയാളി ഓഡിയൻസും അല്ലെങ്കിൽ ബംഗാളി ഓഡിയൻസും ഒക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. കാരണം അവർക്ക് ഫുട്ബോളിനോട് അത്രത്തോളം ഇഷ്ടമാണ്. എന്തായാലും അതായത് ഫുട്ബോളിനെക്കുറിച്ച് കൂടുതൽ ഹിസ്റ്ററി ഒന്നും അറിയാത്തവർ കാണണം എന്നാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻസ് പോലുള്ള ആളുകൾ കാണണം. എക്സ്പെഷ്യലി അവിടെ എടുത്തൊരു സിനിമ കൂടിയാണിത്. സോ അവർ കാണാതെ ഈ ഒരു സിനിമയ്ക്ക് എന്താണ് അർത്ഥമുള്ളതെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും OTTയിലെങ്കിലും അവരെല്ലാവരും കാണട്ടെ. എന്തായാലും ഈ ഒരു സിനിമ എന്താ പറയുക, ആ തിയേറ്ററിൽ വിജയമായില്ല, ഉറപ്പായിട്ടും വിജയിപ്പിക്കേണ്ട ഒരു സിനിമയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ അതായത് കേരളത്തിനുള്ളവരെങ്കിൽ പോലും ഈ ഒരു സിനിമ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണണമായിരുന്നു. അതായത് ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ തിയേറ്ററിൽ പോയി കാണണമായിരുന്നു. എന്തായാലും അതിന് സാധിച്ചില്ല. അത് വലിയൊരു തെറ്റായിപ്പോയി. ഞാൻ പോലും ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്.